ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വിക്രത്തിൻ്റെയും വേദയുടെയും അടുത്തൊരാഴ്ചത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നല്ല ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് പ്രൊമോയൊക്കെ കണ്ടതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാനായിട്ട്. അപ്പോൾ എന്തായാലും നല്ല വമ്പൻ ട്വിസ്റ്റോട് കൂടിയ നല്ല കിഡിലൻ മുഹൂർത്തങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ കഥയിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കഥയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കഥ എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു തുടങ്ങിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ ടിക് ടിക് 2 എന്ന നമ്മുടെ മറ്റൊരു ചാനൽ ഇഷ്ടമാത്രത്തിൻ്റെ കഥയും ഗീതുവിൻ്റെയും ഗോവിന്ദത്തിൻ്റെയും കഥയും ഒക്കെ നമ്മുടെ മറ്റു ചാനലിലൂടെയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ചാനൽ ആവശ്യമുണ്ടെങ്കിൽ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയുക, അല്ലെങ്കിൽ ആ ചാനലൊന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പം ജസ്റ്റ് ഒരു ഇൻഫർമേഷനായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും കഥയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ കണ്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും വേദയെ പുറത്താക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നന്ദിനി ചെയ്യുന്ന കുറേ പണികൾ അവൾ കഴിക്കാൻ വെച്ചിരുന്ന അതൊക്കെ എടുത്ത് കളയാണ്. അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം എന്തായാലും കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിരുന്ന എടുത്ത് കളയുമ്പോൾ വേദ ചോദ്യം ചെയ്യും. വേദ എന്തായാലും ചോദ്യം ചെയ്തിട്ട് വലിയ പ്രശ്നമാക്കി കഴിയുമ്പോഴേക്കും അതിലും വലിയ പ്രശ്നം താനിവിടെ സൃഷ്ടിക്കുകയും അതോടുകൂടി വേദ ഇവിടുന്ന് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ മടുത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുക. അതാണിപ്പം നന്ദിനിയുടെ ലക്ഷ്യം. എന്തായാലും വേദയെ പ്രശ്നത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഇവളീ ചെയ്ത കാര്യം ശരിക്കും പ്രശ്നം തന്നെ ആവുന്നുണ്ട്. കാരണം വേദ ഉണ്ടാക്കി വെച്ചിരുന്ന ശ്രീജേടത്തി എന്നൊക്കെ വിളിക്കുകയാണ് ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു ആഹാരം കാണാഞ്ഞിട്ട്. അങ്ങനെ ശ്രീജ വന്നപ്പോഴേക്കും ഏട്ടത്തി ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത് കഞ്ഞി ഇത് കണ്ടില്ല, ഏട്ടത്തി ഇവിടെ വേറെ ആരെങ്കിലും വന്നിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും ശ്രീജ പറഞ്ഞില്ല, അതിനകത്തില്ലേ ആരെങ്കിലും എടുത്ത് കഴിച്ചതായിരിക്കും, ഇനി ഇത് കഴുകി വെച്ചിരിക്കുക ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അതിപ്പോൾ ആരാപ്പാ അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പം വേദ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ പറഞ്ഞിട്ട് എന്താ കാര്യം, വിശന്ന് കിടക്കുക, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക, ആര് കഴിച്ചാലും എന്തായാലും കഴിച്ചതായിരിക്കും, സാരമില്ല പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വേദ ഹോളിലിങ്ങനെ പോയിരിക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്താണ് ശ്രീജ ഫുഡുമായിട്ട് വരുന്നത്. ശ്രീജ വന്നിട്ട് പറഞ്ഞു നീ എന്തായാലും പട്ടിണി കിടക്കുമൊന്നും വേണ്ട, ഇവിടെ നിന്ന് ഇച്ചിരി ആഹാരം കഴിച്ചെന്ന് വെച്ച് ഒന്നും വരാനൊന്നും പോകുന്നില്ല, ഇതങ്ങോട്ട് കഴിച്ചേ, ഇന്നത്തെ ദിവസം പട്ടിണി വേണ്ട, നീ ഇതങ്ങോട്ട് കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീജ അത് വേദയ്ക്ക് കൊടുക്കുക. വേദ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്രീജ നിർബന്ധിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ദിവസം നീ ആഹാരം ഉണ്ടാക്കി വെച്ചതാണ്, എന്തായാലും നിൻ്റെ ആഹാരം ഇവിടെ ഉള്ള ആരോ എടുത്ത് കഴിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ, അപ്പോൾ പിന്നെ ഇത് അവരുടെ പങ്കാണിത്, അത് നിനക്ക് കഴിക്കാനുള്ളതാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് വേദയുടെ കയ്യിലേക്ക് കൊടുക്കുക. വേദ അത് വാങ്ങിച്ച് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. ആ ഒരു സമയത്ത് ഇത് കണ്ടുകൊണ്ട് വന്ന നന്ദിനി അത് തട്ടിത്തെറിപ്പിക്കുക കേട്ടോ. തട്ടിത്തെറിച്ചപ്പോൾ ശ്രീജ പേടിച്ചു പോയി, എന്താ പെട്ടെന്ന് സംഭവിക്കുന്നതെന്ന് വേദയ്ക്കോ ശ്രീജയ്ക്കോ മനസ്സിലായില്ല. തട്ടിത്തെറിപ്പിച്ച് അപ്പോൾ ശ്രീജ ചോദിച്ചു നന്ദിനി ഇനി എന്തായി കാണിക്കുന്നത്, ആഹാരമല്ലേ? അപ്പോൾ വേദയും എഴുന്നേറ്റ് വേദ ചോദിച്ചു ഏട്ടത്തെ എന്തായി കാണിച്ചേ? ഞാൻ എന്തായി കാണിച്ചെന്നോ? ഞാൻ കാണിക്കുന്നതാണ് ശരി, ഈ ഏട്ടത്തി കാണിക്കുന്നതാണ് തെറ്റ്. ശ്രീജ ഏട്ടത്തി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ അച്ഛൻ്റെ വാക്കനുസരിക്കുന്ന മരുമകളാണ്. അച്ഛൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവൾക്ക് ഇവിടെ നിന്ന് ആഹാരം കൊടുക്കാൻ പാടില്ല, അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ശ്രീജ പറഞ്ഞപ്പോൾ എന്തായാലും ഇവിടെ വെച്ചുണ്ടാക്കണതല്ലല്ലോ അവൾ കഴിക്കുന്നത്, അച്ഛൻ പറഞ്ഞത് ഞാൻ അനുസരിച്ചു, ഏട്ടത്തി അത് അനുസരിച്ചില്ല, ഏട്ടത്തി അനുസരിക്കണമായിരുന്നു, അവൾക്ക് ഫുഡ് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം വേദയും ദേഷ്യപ്പെട്ട് തുടങ്ങി കേട്ടോ. വേദ പറഞ്ഞു ഞാൻ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ആഹാരം അത് കാണാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാനിത് കഴിക്കാനായിട്ട് തയ്യാറായത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ ഉണ്ടാക്കി വെച്ചിരുന്ന ആഹാരം കാണാണ്ടായിരുന്നോ, അത് പുതിയ കഥയാണല്ലോ എന്നും ചോദിച്ചുകൊണ്ട് എന്തായാലും ആഹാരമാണ് ഏട്ടത്തി ഇപ്പം ഏട്ടത്തി അല്ലെങ്കിൽ ഇത് തട്ടിത്തെറിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, ഏട്ടത്തിക്ക് കാര്യം പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. ഞാൻ വന്ന് കയറിപ്പം മുതൽ ഞാൻ കാണുന്നത്, ഞാൻ ഏട്ടത്തിയോട് എന്ത് തെറ്റ് ചെയ്തിട്ട് ഏട്ടത്തി എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ വേദയും ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ വിശ്വം അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. വിനായകനല്ല, വിശ്വം അങ്ങോട്ടേക്ക് വന്നു. എന്താ ഇവിടെ പ്രശ്നം എന്ന് വിശ്വം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവർ കാര്യം പറയുകയാണ്. അപ്പോഴേക്കും നന്ദിനിയോട് വിശ്വം തട്ടിക്കയറി എന്താ പണിയാണ് നന്ദിനി കാണിച്ചത്, ഒരാൾ വിശന്നിരിക്കണമെന്ന് കരുതേണ്ട കാര്യമുണ്ടോ, അതോ നീ തന്നെയാണോ ഇനി ആഹാരം എടുത്ത് കളഞ്ഞത്, വിശ്വട്ടാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി. അപ്പോഴേക്കും വിനയം വന്നു. എന്താ എന്ന് നന്ദിനിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനിയുടെ ഭാഗം സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യം പറയുക, കരഞ്ഞും വിളിച്ചു മൂക്ക് പിഴിഞ്ഞും ഒക്കെ കൂടി പറയുകയാണ്. ഇവരെന്നെ കള്ളിയാക്കുക മാത്രമല്ല അച്ഛൻ്റെ വാക്കനുസരിക്കുന്ന നല്ല മരുമകളായ എന്നെ ഇവർ ചോദ്യം ചെയ്യുക. അപ്പം വിനയൻ വിശ്വട്ടാ എന്താ ഇത് എന്നും ചോദിച്ചുകൊണ്ട് ഇവളുടെ വെക്കിട്ട് കയറണം എന്തിനാ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം ഞാൻ ഇവളുടെ വെക്കിട്ട് കയറിയതല്ല, ഇവള് ചെയ്തത് ശരിയല്ല, ഇവള് ചെയ്തത് ശരിയാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിലുള്ള കയ്യാങ്കളിയായിട്ടോ. ഇതേ സമയം പുറത്ത് ഓട്ടോയിൽ വന്നിറങ്ങിയിട്ടുണ്ട് ഈ കമലയും മാഷും കൂടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടിത് എന്താ ഇപ്പോൾ അവിടെ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇവരകത്തേക്ക് കയറി വരാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് മാഷിൻ്റെ ഇളയ മകനായ നമ്മുടെ വിക്രം വന്നത് കേട്ടോ. വിക്രത്തിൻ്റെ സ്കൂട്ടറും അങ്ങോട്ടേക്ക് വന്നു.
അങ്ങനെ വിക്രവും ഈ വഴക്ക് കേട്ട് ഇവരുടെ പുറകെ കയറി വരെ ഇതെന്താണ് സംഭവം എന്നറിയാതെ. ഇവർ വന്നപ്പോൾ കണ്ട കാഴ്ച വിശ്വം വിനായകനെ തല്ലാനായിട്ട് കൈ ഉയർത്തിക്കൊണ്ട് തല്ലാൻ തുടങ്ങുന്നതാണ്. വിശ്വം എന്നൊരു വിളിയായിരുന്നു നമ്മുടെ മാഷ്. എന്താടാ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനി പൊടുപ്പും തൊങ്ങലും വെച്ച് ഓരോ കാര്യം ഇങ്ങനെ പറയാണ്. ഇതുവരെ എൻ്റെ മക്കൾ തമ്മിൽ ഇങ്ങനെ ഒരു കയ്യാങ്കളി നടന്നിട്ടില്ല. ഇതുവരെ ഇവരോ പറഞ്ഞ പോലെ വീടിന് കൊള്ളത്തില്ല, നാടിന് കൊള്ളത്തില്ല, ആ ഒരവസ്ഥയിലുള്ളവരാണ്. പക്ഷേ എൻ്റെ ഈ മക്കൾ തമ്മിൽ പരസ്പരം ഒരിക്കലും അവർ പരസ്പരം ഒരുമിച്ച് നിന്നിട്ടുണ്ട്, അത് ആരാണെങ്കിൽ പോലും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാഷ് ഇതിനൊക്കെ കാരണക്കാരി വേദയാണ് എന്ന രീതിയിൽ. മാത്രമല്ല വിക്രം പുറത്തിങ്ങനെ നിൽക്കുക. വിക്രം വലിയ കാര്യമായിട്ട് അകത്തേക്ക് കയറിയില്ല, ഉമ്മർത്ത് തന്നെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. വിക്രത്തോട് ചെന്നിട്ട് നീ കാരണമാണ്, നീ ഒരു ഒറ്റയാൾ കാരണമാണ്, ഈ നിമിഷം നീ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിക്രത്തിൻ്റെ നേർക്ക് തട്ടിക്കയറാനായിട്ട് മാഷ് പോവുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന്, ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട്, നീ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അവൾ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ വിക്രത്തെ ഇറക്കി വിടാനുള്ള പരിപാടിയിലാണ് വേദ ഇവിടെ നിൽക്കുന്നതും, അല്ലെങ്കിൽ വേദ ഇവിടെ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കമലയാണെങ്കിലും മാഷിനോട് എന്താ മാഷ് ഇത് ഇങ്ങനെയൊന്നും പറയല്ലേ, നമ്മുടെ മക്കൾ തന്നെയല്ലേ രണ്ടും, നമ്മുടെ മക്കളോ അതെങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മാഷ് ഇവൻ എവിടെന്നോ വിളിച്ചുകൊണ്ട് വന്നവൾ, ഇവിടെ ബലമായിട്ട് ഇവന് പോലും വേണ്ടാത്തവൾ ഇവിടെ ഇങ്ങനെ കെട്ടിക്കയറി കിടക്കുമ്പോൾ ഇതിനൊരു തീരുമാനമില്ലാതെ ഞാൻ ഇനി ഈ വീട്ടിൽ കയറില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. അവസാനം വേദ കണ്ണുകളൊക്കെ തുടച്ചു വിക്രത്തെ ഇങ്ങനെ നോക്കുക. വിക്രമാണെങ്കിൽ വേദയെ മൈൻഡീൻ ചെയ്യുന്നില്ല കേട്ടോ. എന്തായാലും വിക്രം വേദ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മാഷിനോട് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ പോകണ്ട, അച്ഛൻ എങ്ങോട്ടും പോകണ്ട അച്ഛാ, അച്ഛനാണ് ഈ കുടുംബത്തിൻ്റെ നാഥൻ, ഈ കുടുംബത്തിൻ്റെ നട്ടല്ലേ എന്ന് പറയുന്ന അച്ഛനാണ്. മാത്രമല്ല അച്ഛൻ്റെ ഈ ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ അച്ഛൻ ഈ ഒരു പ്രായത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരാളൊന്നും അല്ല. പിന്നെ പോകേണ്ടവൾ ഞാൻ തന്നെയാണ്, അതെനിക്കറിയാം. ഞാൻ പോകാം. കാരണം ഒരിക്കലും എൻ്റെ ഭർത്താവ് എന്നെ അംഗീകരിക്കാത്തിടത്തോളം കാലം ഞാനിവിടെ ഇനി കെട്ടിക്കയറി കിടക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ പോകാം അച്ഛാ, ഞാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ പോകാൻ തയ്യാറാവുകയാണ്. എൻ്റെ പൊന്നി എല്ലാവരും അന്തം വിട്ടു പോയി. നമ്മുടെ കമലയ്ക്കാണെങ്കിൽ ആകെ സങ്കടം, ശ്രീജയ്ക്കും ആകെ സങ്കടം കേട്ടോ ഈ വേദ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും. പക്ഷേ നന്ദിനിയും വിനായകനും അതുപോലെ നമ്മുടെ വിക്രമൊക്കെ അന്തം വിട്ട് ഇവിടെ പോവോ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. പോകാമെന്ന് പെട്ടെന്ന് ഇവള് പറഞ്ഞപ്പം മാഷിനും അങ്ങ് വല്ലാണ്ടായി പോയി കേട്ടോ. മാഷെ, ഞാൻ ഒരിക്കലും മകനെ ചീത്തയാക്കാൻ നോക്കിയിട്ടില്ല, ഈ കുടുംബം തല്ലി തകർക്കാൻ ഞാൻ നോക്കിയിട്ടില്ല, എൻ്റെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കാൻ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ, അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി മാഷെ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ എൻ്റെ ആ ഒരു വിശ്വാസങ്ങളെ ഞാൻ മാറ്റി നിർത്തുന്നില്ല. എന്തായാലും നിങ്ങളുടെ കൺമുന്നിൽ അത് തെറ്റായിരിക്കാം, എൻ്റെ ശരികളെന്നും എൻ്റെ ശരികൾ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് മാഷനെ അനുഗ്രഹിക്കണം. ഒന്നുമല്ലെങ്കിലും ഒരുപാട് മക്കളെ പഠിപ്പിച്ച മാഷല്ലേ എന്നും പറഞ്ഞ് മാഷിൻ്റെ കാലയിലേക്ക് തൊട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണം എന്നും പറഞ്ഞിട്ട് ഇവള് കാലെ തൊട്ട് തൊഴുക. മാഷിനെ അനുഗ്രഹിക്കാതിരിക്കാനായില്ല, തലയിൽ തൊട്ട് അനുഗ്രഹിച്ചില്ല, പക്ഷേ കൈ പൊങ്ങി അറിയാതെ തന്നെ. എന്തായാലും പോകാൻ ഇറങ്ങിയപ്പോഴേക്കും വിക്രം പറഞ്ഞു, അങ്ങനെ നീ തനിച്ച് പോകണ്ട, ഞാൻ നിന്നെ കൊണ്ടുവിടാം. അങ്ങനെ അവൾ ഡ്രസ്സ് മാറി പോകാനായിട്ട് ഇറങ്ങി, വിക്രം കൊണ്ടുവിടാനായിട്ട് ഇറങ്ങാം. അങ്ങനെ വിക്രം ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. വിക്രം ആ ഒരു രീതിയിലാണ് ഇവളോട് സംസാരിക്കുന്നത്. എന്തായാലും നിനക്ക് ഇങ്ങനെ ഒരു മനസ്സുണ്ടായല്ലോ, എനിക്കെന്നോട് പിണക്കോ വഴക്കൊന്നും ഇല്ല കേട്ടോ, പിന്നെ നമ്മൾ തമ്മിൽ ചേരത്തില്ല, അതുകൊണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ വർത്താനമൊക്കെ പറയുക കേട്ടോ. വേദ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും വേദയെ ആ വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുവിടുകയാണ്. അപ്പം ആ ഒരു ബൈക്കിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ വീട്ടിലെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ വേദയാണ് എന്ന് കണ്ടതും ഇവർ എന്താണെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുക. വേദ ഒന്നും പറയുന്നില്ല, വിക്രമാണ് മറുപടി പറയുന്നത്. എന്തായാലും നിങ്ങളുടെ മകൾക്ക് തിരിച്ചു വരണമെന്നൊരു മനസ്സിലൊരു ആശ വന്നിട്ടുണ്ട്, നിങ്ങളുടെ മകൾ സമ്മതിച്ചിട്ടാണ് ഇപ്പം ഞാൻ കൊണ്ടുവിട്ടിരിക്കുന്നത്, അവൾ അതുകൊണ്ട് തിരിച്ചിനി അങ്ങോട്ടേക്ക് വരില്ല എന്ന് നിങ്ങൾ കുറച്ച് വിശ്വസിക്കാം. എന്തായാലും വേദ, നീ ആ കല്യാണം ഇതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ്, ഈ താലിയൊക്കെ നീ പൊട്ടിച്ച് കളഞ്ഞ് വേദ, നീ ആ ഒരു ചെക്കനെയൊക്കെ കല്യാണം കഴിച്ച്, നിൻ്റെ ആ ചെറുക്കനെയൊക്കെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക. അപ്പോൾ വേതാളം പോട്ടെ. അങ്ങനെ വിക്രമാദിത്യനും വേതാളവും ഇവിടെ പിരിയുകയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ നമ്മുടെ വിക്രം വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. എന്തായാലും വേദ തിരിച്ചു വന്നു എന്ന് മനസ്സിലായതും മുത്തശ്ശിയും പത്മയൊക്കെ ഓടിച്ചത്. മുത്തശ്ശിയാണ് എന്താ മോളെ പറ്റിയതെന്നാണ് ആദ്യം ചോദിച്ചത്. എന്തായാലും വേദ തിരിച്ചു വന്നു വിക്രത്തിനെ ഉപേക്ഷിച്ച് എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേദയെ എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കുകയാണ്. മുത്തശ്ശി മാത്രമാണ് എന്താ മോളെ ഇത് എന്നിങ്ങനെ ചോദിച്ചത്. എന്തായാലും വേദ ഇനി വീടിൻ്റെ മകളായിട്ട് തന്നെ തിരിച്ചു വരികയാണ് എന്നൊക്കെ പറഞ്ഞ് വേദയെ സ്വീകരിക്കുകയാണ്. അപ്പം വിക്രത്തെ ഉപേക്ഷിക്കാൻ വേദ തയ്യാറായി. ഭയങ്കര സന്തോഷം. അപ്പോൾ എന്തായാലും ഈ സന്തോഷം നമുക്ക് ആഘോഷിക്കണം. എന്തായാലും അച്ഛൻ്റെ പിറന്നാളാണ് നാളെ, ആ പിറന്നാൾ നമുക്ക് വമ്പൻ ആക്കി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട്
ദീപ്തിയും ശ്രീകാന്തും അച്ഛൻ്റെ പിറന്നാൾ സമ്മാനമാണ് വേദ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം കേട്ടോ കുടുംബത്തിൽ. എന്തായാലും അച്ഛൻ മകളെയും ചേർത്ത് പിടിക്കുകയാണ്. നിനക്ക് എപ്പോഴെങ്കിലും തിരുത്തി ചിന്തിക്കാൻ തോന്നിയല്ലോ, അച്ഛൻ്റെ വേദന മനസ്സിലാക്കിയല്ലോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുക. പക്ഷേ നമ്മുടെ വേദയുടെ മനസ്സിൽ എന്തോ ഒരു സങ്കടം, അല്ലെങ്കിൽ വേദയുടെ മനസ്സിൽ എന്തോ ഒരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തൊക്കെയോ അവളുടെ മനസ്സിലിരിക്കുന്ന ആ ഒരു രഹസ്യം, ആ രഹസ്യം ഇവൾ തന്നെ വഴിവെട്ടി വരുന്ന മറ്റൊരു പ്ലാനാണ് എന്ന് നമുക്ക് ഒരു ചെറിയൊരു ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മുടെ വേദ അച്ഛൻ്റെ ആ ഒരു പിറന്നാളാഘോഷം ഗംഭീരമാക്കാനായിട്ട്, അച്ഛൻ്റെ മനസ്സ് അന്നത്തെ ദിവസം സന്തോഷഭരിതമാക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് വന്നതാണ്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല വിക്രം തന്നെ തിരിച്ചു വിളിക്കുമെന്ന് പൂർണ്ണമായിട്ടും ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണിപ്പം വേദ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പോരുന്നതിന് മുമ്പ് മാഷിനോട് അങ്ങനെ ഒരു വാക്കുകൂടി പറയുന്നുണ്ട് കേട്ടോ, ഞാൻ തിരിച്ചു വരും, വിക്രം വിളിച്ചാൽ ഞാൻ തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്ന് പറയുന്നുമുണ്ട്. എന്തായാലും അതിനുള്ള പ്ലാനൊക്കെ അവൾ വീട്ടിൽ ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ. എന്തായാലും നമ്മുടെ വിക്രം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷേ വിക്രത്തിന് എന്തോ വേതാളത്തെ മിസ് ചെയ്യുന്നുണ്ട് പല സമയത്തും. ആ മുറിയിലൊക്കെ ആണെങ്കിൽ പോലും അവളോട് വഴക്കിട്ട നിമിഷങ്ങളൊക്കെ പെട്ടെന്ന് ഓർക്കുകയാണ്. ഹോളിലേക്ക് കയറി ചെല്ലുന്ന സമയത്തും അവൾ അവിടെ ഇരുന്നതും ആ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ അവൾ നിൽക്കുന്നതൊക്കെ മനസ്സിലേക്ക് കടന്നു വരിക. എന്താ തനിക്ക് പറ്റിയത്, താൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നൊക്കെ വിക്രം ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നാലും അവളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൾ തൻ്റെ മനസ്സിനെ അത്രയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് വിക്രത്തിന് പറ്റിയില്ല. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞു. വേദ അവിടെ സന്തോഷത്തോടെ ഒരു ദിവസം അവളുടെ വീട്ടിലിങ്ങനെ നിൽക്കുകയാണ്. അവളുടെ അമ്മയുടെ മടിയിൽ കിടന്നും മുത്തശ്ശിയോടൊപ്പം ചേർന്നിരുന്നു കഥകൾ കേട്ടും ഒക്കെ അവിടെ ഒരു സന്തോഷം തന്നെയാണ് കുടുംബത്തിൽ. എന്തായാലും വേദ തിരിച്ചു വന്നത് അറിഞ്ഞിട്ട് ദർശനും വന്നു. എന്തായാലും ദർശനം സംസാരിച്ചപ്പോൾ വേദ ദർശനോട് പറയുന്നുണ്ട്, ഒരു കാര്യം ദർശൻ മനസ്സിലാക്കുക, എൻ്റെ കഴുത്തിൽ താലിയുണ്ട്, വിക്രത്തെ ഞാൻ ഉപേക്ഷിച്ചതല്ല, വിക്രം എന്നെ ഉപേക്ഷിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഇനി ദർശൻ ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞ് നമ്മുടെ ദർശനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയായാലും ദർശനോട് എന്താണ് വേദ പറഞ്ഞതെന്നൊന്നും വേറെ ആരോടും ദർശൻ പറഞ്ഞുമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശ്രീനി സാർ വിളിക്കുന്നത്. എടാ തിങ്കളാഴ്ചയാണ്, അപ്പോൾ ആ ഫയൽ നീ ഒരു കാര്യം ചെയ്യുക, ആ ഫയൽ നീ എത്രയും പെട്ടെന്ന് എത്തിക്കണം, ഒരു 2-3 പേരുടെ പേരൂടെ അതിനകത്ത് വെട്ടാനുണ്ട്, അപ്പോൾ നീ ഒന്ന് ശരിയാക്കണം കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. ആ 2-3 പേരുടെ പേര് കൂട്ടിച്ചേർക്കാനും ഇപ്പോൾ ഉള്ളവരുടെ പേരൊന്ന് മാറ്റാനൊക്കെ ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യുക, ഫയൽ എടുത്തിട്ട് ഇനി ആളുടെ പേരുണ്ടോ എന്ന് നോക്കാനായിട്ടൊക്കെ പറയുകയാണ്. വലിയ കാര്യത്തിൽ അവൻ ഫയൽ തപ്പിയത്, ഫയലില്ല ഇവൻ്റെ മുറിയിൽ. ആ ഫയൽ ഇവൻ സൂക്ഷിച്ച് വെച്ചിരുന്ന ആ ഫയൽ കാണുന്നില്ല. എൻ്റെ ഭഗവാനെ, ആ ഫയൽ തപ്പി ഇനി ഒരിടത്തും ആ ഫയൽ കാണാത്ത അവസ്ഥ. അവസാനം നന്ദിനി പറഞ്ഞു ഈ ഫയൽ, അപ്പോൾ അവൻ ഈ തപ്പുന്ന കണ്ടപ്പോഴേക്കും എല്ലാവരും കാര്യം തിരക്കി. അവസാനം ഇവൻ കാര്യം പറയുകയാണ്. അപ്പം നന്ദിനി പറഞ്ഞു അത് വേദ തന്നെയാണ് എടുത്തത്, വേദ കൊണ്ടുപോയിട്ടുണ്ട് ആ ഫയൽ. അപ്പോൾ അവളുടെ കയ്യിലൊന്നും ഇല്ലായിരുന്നു, അവളുടെ ബാഗില്ലായിരുന്നു, ബാഗിനകത്ത് അവൾ വെച്ചുകൊണ്ട് തന്നെയാണ് പോയത് ആ ഫയൽ, അവൾ എടുത്ത് നോക്കണം, ഞാൻ കണ്ടതാ എന്നും പറഞ്ഞു നന്ദിനി. എന്നാൽ പിന്നെ വേദയെ വിളിക്കണമല്ലോ, ചോദിക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും വേദയെ ഫോൺ ചെയ്തു. വേദയെ ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വേദ പറഞ്ഞു, എനിക്കറിയാൻ പാടില്ല, എനിക്കൊട്ടറിയത്തില്ല, നിങ്ങളും ഞാൻ തമ്മിലൊരു ബന്ധമില്ല, പിന്നെ എന്തിനാ ഞാനതൊക്കെ അന്വേഷിക്കുന്നത്, ഞാനതൊക്കെ എന്തിനാ അറിയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ വേദയുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവസാനം മനസ്സിലായി വേദയെ ചെന്ന് കയ്യെ പിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നിട്ടേ കാര്യമുള്ളൂ എന്ന്. അങ്ങനെ വേദയെ കയ്യെ പിടിച്ചവൻ കൂട്ടിക്കൊണ്ട് വരികയാണ്. പക്ഷേ ഫയലെടുത്ത് മാറ്റിയത് നമ്മുടെ വേദയായിരുന്നില്ല. ഫയലെടുത്ത് മാറ്റിയത് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ശ്രീജയായിരുന്നു. ഫയൽ അവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചത് വേദയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്തായാലും ആ ഫയൽ അത് കഴിഞ്ഞപ്പോഴേക്കും ശ്രീജ നമ്മുടെ വേദയോട് പറയുന്നുണ്ട് ഫയൽ എവിടെ ഇരിക്കണേന്നും. എന്നിട്ട് വേദ ഫയൽ എടുത്ത് കൊടുക്കുകയാണ്. അപ്പം വേദയെ ഇവൻ ഭാര്യയാണെന്ന രീതിയിലാണ് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നത്, അല്ലാതെ അവൾ വരില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. എന്തായാലും വേദ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് വീട്ടുകാർക്കൊക്കെ വീണ്ടും സങ്കടാവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു ദിവസത്തെ സന്തോഷം, അച്ഛൻ്റെ പിറന്നാൾ ദിവസമെങ്കിലും അച്ഛൻ ആ സന്തോഷം നൽകണമെന്ന് തോന്നി, അച്ഛൻ്റെ അനുഗ്രഹം എനിക്ക് വേണമെന്ന് തോന്നി, അതിനാണ് അച്ഛാ ഞാൻ വന്നത്. ഞാനായിട്ട് ഒരിക്കലും പറഞ്ഞില്ലല്ലോ വിക്രത്തെ ഉപേക്ഷിച്ച് ഞാൻ വന്നു എന്ന്. വിക്രം തന്നെയല്ലേ അങ്ങനെ പറഞ്ഞത്, വിക്രം എന്നെ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെയാണ്, എന്തെങ്കിലും അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അവിടെ ഉണ്ട് അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് വേദ അവിടെ നിന്നും വിക്രത്തോടൊപ്പം പോകുന്നത്. എന്തായാലും വേദയെ ഇനി അവിടെ നിർത്താതിരിക്കാൻ വേറെ വഴിയില്ല, വിക്രം വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ പിന്നെ വേദ വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് തന്നെ തിരിച്ചു കയറുകയും ചെയ്യുകയാണ്. പിന്നെ അങ്ങോട്ടേക്ക് ഫംഗ്ഷന് വേണ്ടിയിട്ട് വേദയെ കൊണ്ടുചെല്ലാനായിട്ട് ശ്രീനി സാറ് പറഞ്ഞ് അങ്ങനെ വേദയെ ഫംഗ്ഷന് വേണ്ടിയിട്ട് കൊണ്ടുചെല്ലാണ്. അപ്പോൾ ശ്രീനിക്ക് അവിടെ എത്താനായിട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ
കറക്റ്റ് സമയത്ത് ശ്രീനി അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീനി തന്നെയാണ് ഇവരുടെ ആ ഒരു വിവാഹ ചടങ്ങ് പോലെ ആ ഒരു ഇത് നവദമ്പതികൾ. അപ്പോൾ ഇവരുടെ ഒരു ജഡ്ജിയുടെ മകളാണ്. അപ്പം അവരൊക്കെ ഇവരോട് കൂടെയാണ്. അപ്പോൾ വേദിയെ മുന്നിൽ നിർത്തി അതുപോലെ തന്നെ ആ ഒരു ഒട്ടു പിടിക്കാനുള്ള പരിപാടിയിൽ മാത്രമല്ല വിക്രവും വേദയും തമ്മിലുള്ള റിലേഷനൊക്കെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് അത് ശ്രീനി ജനങ്ങളോട് പറയുന്നതൊക്കെ ആ ഒരു ഒട്ടു പിടിക്കാനുള്ള തന്ത്രമായിരുന്നു. എന്തായാലും അവിടെ വെച്ച് തന്നെ ഇവരുടെ ഒരു കല്യാണം പോലെ മാലയിടലും പരിപാടിയൊക്കെ നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട് ചങ്ക് തകർന്നിരിക്കുന്നുണ്ട് നമ്മുടെ രാധ. വീട്ടുകാരൊക്കെ വിക്രത്തെ അംഗീകരിക്കുന്നത് കണ്ട് മാഷിൻ്റെ കണ്ണ് നിറഞ്ഞു പോവാണ് നാട്ടുകാർ വിക്രത്തെ അംഗീകരിക്കുന്നത് കണ്ട്. എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും ചെയ്തോളുക. നിങ്ങൾക്ക് ഇഷ്ടമാത്രത്തിൻ്റെ കഥ വേണമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തോളുക. അതുപോലെ തന്നെ ഗീതുവിൻ്റെയും അഭയുടെയും ജാനകിയുടെയും അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ നമ്മുടെ ചാനലുകളിലൂടെ ഇടുന്നുണ്ട്. ഒറ്റ ചാനലല്ല, അതുകൊണ്ടാണ് ചാനലുകളിലൂടെ എന്ന് പറയുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളുക. നമുക്ക് ചാനലിൻ്റെ പേര് പറഞ്ഞുതരാം കേട്ടോ. സി യു അഗെയിൻ. താങ്ക് യു.